KSRTC യാത്രയായതുകൊണ്ട് KSRTC സ്റ്റാൻഡ് കാണിച്ചില്ലെങ്കിൽ അതൊരു കുറവായിപ്പോകും. അങ്ങിങ്ങായി കൊടിതോരണം കെട്ടിയിരിക്കുന്നു. എന്തിനാണെന്ന് തീരെ മനസ്സിലായില്ല. ലോട്ടറി കണ്ടപ്പോൾ ആശാനൊരു പൂതി. വരികയും പോവുകയും ചെയ്യുന്ന ബസ്സിനെ നോക്കി ഞങ്ങൾ ആ ഇരുമ്പ് ബെഞ്ചിലിരുന്നു. മൂന്നാമത്തെ ആളിനെ തിരക്കിയായിരുന്നു ആ ഇരുത്തം. ഇതാണ് ആദ്യ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്. പേര് TKM. ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. KSRTC ബസ്സിൽ ഇന്ധനം നിറയ്ക്കുന്ന കാഴ്ച. ഇത് പുനലൂരിൽ നിന്നുമുള്ള കാഴ്ചയാണ്. ഇനി ഈ ബസ്സിനെ കുറിച്ച് പറയാം. ഈ ബസ് 9 മണിക്കാണ് കൊല്ലം സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്നത്. ബസ്സിൽ കയറി ആര്യങ്കാവ് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ജീപ്പിൽ ചുറ്റിക്കറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. കൊല്ലത്ത് നിന്നും ആര്യങ്കാവിലേക്ക് 95 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മളങ്ങനെ പുനലൂർ തൂക്കുപാലത്തിൻ്റെ സമീപം എത്തിയിട്ടുണ്ട്. കാലാവസ്ഥ കണ്ടിട്ട് നല്ല കട്ട വെയിലാണ് ഫീൽ ചെയ്യുന്നത്. മൊത്തം വളഞ്ഞു തിരിഞ്ഞ റോഡാണ്. റോഡിൻ്റെ ഇരുവശത്തും നല്ല പച്ചപ്പാണ്. ഇനി ചുമ്മാ ഈ കാഴ്ച കണ്ടിരുന്നാൽ മാത്രം മതി. എത്തേണ്ട സ്ഥലത്ത് അവർ എത്തിച്ചോളും. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ആളൊഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ മുൻഭാഗത്തോട്ട് ചാടി. നല്ല ദൃശ്യം പകർത്താൻ മുൻഭാഗമാണ് ഏറ്റവും ഉചിതം.
കേരളത്തിലെ ഹരിതാഭവും പച്ചപ്പും എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന കാടുകളൊക്കെ തന്നെയാണ്. ഈ കാണുന്ന പാലം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മളെ യാത്രയാക്കിയതിന് ശേഷം ബസ് അവൻ്റെ വഴിക്ക് പോയി. പൊറോട്ടയും ഇടിയിറച്ചിയും. ഈ ഇടിയിറച്ചി എന്നുള്ള പേര് ഞങ്ങൾ വിചാരിച്ചു ഇതൊരു വെടിയിറച്ചിയാണെന്ന്. ഇവിടെ നിന്നാണ് ജീപ്പ് സവാരിക്കുള്ള ജീപ്പ് ലഭിക്കുന്നത്. ജീപ്പിൻ്റെ ചാർജ് 1200 രൂപയാണ്. അത് ഒരാളായാലും ഈ 1200 രൂപ കൊടുക്കണം. 1-2 പേര് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു വളരെ നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലയോ, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന പാർട്ടി എന്ന്. ഇനി പറഞ്ഞു തരാം എന്താണ് ആ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന്. ചേട്ടൻ തന്നെ കറങ്ങാൻ വന്ന ഒരു വേറെ ടീമിനെ ഞങ്ങളുമായിട്ട് മെർജ് ചെയ്തു. എന്നിട്ട് ആ ചേട്ടൻ ഓട്ടോ എടുത്തു. ചേട്ടന് വേണമെങ്കിൽ 2 പേരെയും 2 രീതിയിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള അവസ്ഥയിൽ പറയാമായിരുന്നു. ഇപ്പോൾ നമ്മളെ യാത്ര കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് അരുവി ഒഴുകുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഉള്ള വെള്ളമെല്ലാം പറ്റി തീർന്നിരിക്കുന്നു. അല്ലാത്ത സമയത്താണെങ്കിൽ കൂടുതൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ കൂട്ടത്തിൽ വന്ന വേറൊരു സുഹൃത്ത് പറയുന്നത് കേട്ടു, കാലം തെറ്റി വന്നവരാണ് നമ്മളന്ന്. ഭ്രമയുഗം സിനിമയിലെ ഡയലോഗ് അവിടെ 2-3 വട്ടം കാച്ചുന്നത് ഞാൻ കേട്ടു. പറഞ്ഞത് ശരിയാണ്. മഴയുള്ള സമയത്ത് വന്നാലാണ് കൂടുതൽ ഓളം ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ഭാഗവും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ജീപ്പിലേ നമുക്ക് പോകാൻ പറ്റൂ. കാറൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടിയിലെ യാത്ര ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അടിയടിക്കും. ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ആൾട്ടോ കാറിൽ ചീറിപ്പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ അവരവരെ കഴിവ് കണക്കിരിക്കും. ഡ്രൈവറായി കിട്ടിയ ചേട്ടൻ അതികേമനും രസികനുമാണ്. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് മുഷിപ്പൊന്നും തോന്നിയില്ല. ഈ വീഡിയോയിൽ കാണുന്ന കണക്കുള്ള അവസ്ഥയൊന്നുമല്ല. നല്ല ആടി ഉലഞ്ഞുള്ള യാത്രയാണ്. ജീപ്പിലെ ആ യാത്ര പോകാൻ പറ്റൂ എന്നുള്ളതാണ് വേറൊരു സത്യം. ജീപ്പിൻ്റെ പുറകുവശത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് വീഡിയോ പിന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കാൻ പറ്റിയത്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇവിടെ മുകളിലോട്ട് കയറുന്നതിന് ടിക്കറ്റ് എടുക്കണം. 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. പക്ഷേ 80 രൂപയ്ക്കുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. മുകളിൽ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവും.
വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് വന്നാൽ അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല. BSNL മാത്രമേ അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളൂ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മല കയറി മുകളിലെത്തിയിട്ടുണ്ട്. പരപ്പാറിൻ്റെ വ്യൂ ആണ് അവിടെ നിന്നാൽ കിട്ടുന്നത്. ഒരു മണിക്കൂറോളം ചിലവഴിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങി വരികയാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെങ്കിലും അങ്ങോട്ടുള്ള യാത്രയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇദ്ദേഹമാണ് വണ്ടിയുടെ ഡ്രൈവർ. നമ്മൾ യാത്ര തുടങ്ങിയ ഭാഗത്ത് തന്നെ എത്തിച്ചേർന്നു. അതിനുശേഷം കണ്ടുമുട്ടിയ ഫ്രണ്ട്സുമായി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ആ യാത്ര അവസാനിപ്പിച്ചു. ശേഷം അടുത്ത ഒരു സ്പോട്ടിൽ കാണാം. നന്ദി, നമസ്കാരം.